അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചൗഥി കാ ജോഡ എന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് പുതുതായിട്ട് ഒരു കഥാപാത്രം കടന്നു വരികയാണ്. ബി ഉമ്മ അഥവാ സർവരി എന്ന കുബ്രയുടെ ഉമ്മക്ക് പുതിയ പ്രതീക്ഷകൾ പകർന്നുകൊണ്ട്, കുബ്രയുടെ കല്യാണത്തിൻ്റെ പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഒരു ആള്, റാഹത്തി എന്ന ആൾ കടന്നു വരികയാണ്. കുബ്രയുടെ ഉമ്മ അഥവാ സർവരിയുടെ പെങ്ങളുടെ മകനാണ് ആര്, റാഹത്ത് എന്നവർ. അപ്പോൾ അത്തരത്തിൽ കഥ കടന്നു പോകുന്നതാണ്. അവനിലുണ്ടായിരുന്ന കുബ്രയുടെ ഉമ്മയുടെ പ്രതീക്ഷ, അതിനു വേണ്ടിയിട്ട് ആ പ്രതീക്ഷ കാരണത്താൽ എന്തൊക്കെ അവർ നടത്തി എന്നതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. इस्मत चौथाई औरतों की नफ्सियात बयान करने में माहिर हैं. अफसाने के इस हिस्से में उन्होंने सरवरी की इस वक्त की कैफियत को खूबसूरत अंदाज में पेश किया है. जब उसे मालूम होता है कि उसका भांजा राहत, भांजा എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മകൻ, बहन का बेटा എന്നാണ് भांजा എന്ന് പറഞ്ഞാൽ. उसका भांजा राहत पुलिस ट्रेनिंग के लिए उसके यहाँ आ रहा है. सरवरी को ऐसा लगा गोया कुआं खुद प्यासे के पास आ गया. उन्होंने कुबरा और राहत की शादी के मंसूबे बना लिए और एकदम सारी तैयारियां शुरू कर दी. गोया के बारात दरवाजे पर खड़ी हो. അപ്പോൾ ഇസ്മത്ത് ചോത്തായി എന്നവർ സ്ത്രീകളുടെ അവരുടെ മനഃശാസ്ത്രം നന്നായി, നഫ്സിയാത്ത് എന്ന് പറഞ്ഞാൽ സൈക്കോളജി, മനഃശാസ്ത്രം നന്നായി അറിയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കഥയുടെ ഈ പോർഷനിൽ സർവരി അവരുടെ ഈ സമയത്തുണ്ടായിരുന്ന അവരുടെ മാനസികാവസ്ഥകൾ, എങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ എന്ന് വളരെ സുന്ദരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. സർവരി എന്നവർ എന്തൊക്കെയാണ് ആ സമയം കാട്ടിക്കൂട്ടുന്നത്. ഏത് സമയം? അവരുടെ പെങ്ങളുടെ മകനായ റാഹത്ത് എന്നവർ പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തൻ്റെ വീട്ടിൽ വന്ന്, ഇവിടെയാണ് തനിക്ക് പോലീസ് ട്രെയിനിങ്ങിനുള്ള അവസരം ലഭിച്ചത്. അത് കാരണത്താൽ ഇവിടെ വന്ന് എന്താക്കുന്നുണ്ട്, ഇവിടെ താമസിക്കുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് ജബ് ഉസേ മാലൂം ഹോത്താ ഹൈ കി ഉസ്കാ ഭാഞ്ചാ പോലീസ് ട്രെയിനിങ് കെ ലിയെ യഹാ ആ രഹാ ഹൈ. ആ സമയത്ത് പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടി തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ അവസ്ഥ എത്തരത്തിലായിരുന്നു എന്നത് ഇസ്മത്ത് ചോത്തായി സുന്ദരമായി വർണ്ണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സർവരിക്ക്, അഥവാ സർവരി എന്ന് പറഞ്ഞാൽ കുബ്രയുടെ ഉമ്മ കേട്ടോ, എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? എങ്ങനെ? ഇവിടെ ദാഹിച്ച് വലഞ്ഞ ഒരാളുടെ അടുത്തേക്ക് കിണർ തനിയെ ഇങ്ങോട്ട് വരുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. അങ്ങനെ കുബ്രയുടെയും റാഹത്തിൻ്റെയും കല്യാണം, പരസ്പരം അവർ തമ്മിൽ കല്യാണം കഴിക്കും. അവർ തമ്മിലുള്ള കല്യാണത്തിനുള്ള പദ്ധതികളൊക്കെ കുബ്രയുടെ ഉമ്മ അവരുടെ മനസ്സിലിങ്ങനെ കണക്കുകൂട്ടലുകൾ നടത്തി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു നിമിഷം അതിന് വേണ്ട മുഴുവൻ തയ്യാറെടുപ്പുകളും കുബ്രയുടെ ഉമ്മ നടത്തുകയും ചെയ്തു. കുബ്രയുടെ ഇവിടെ എന്താണ്, സർവരിയുടെ പെങ്ങളുടെ മകന് ഇവിടെ വരുന്നുണ്ട് എന്നേ ഉള്ളൂ, റാഹത്ത് എന്നവർ. പക്ഷേ അതിലൂടെ തന്നെ എന്താക്കി, മറ്റെല്ലാ പദ്ധതികളും ഇവർ നടത്തി കഴിഞ്ഞു. ഇവർ തമ്മിലുള്ള കല്യാണങ്ങൾ നടക്കും എന്നെല്ലാം കുബ്രയുടെ ഉമ്മ മനക്കണക്കുകൾ നടത്തി. അപ്പോൾ അങ്ങനെ അതിനു വേണ്ട എല്ലാ പദ്ധതികളും നടത്തി. എത്തരത്തിൽ എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ, കുബ്രയുടെ ഉമ്മയുടെ മനസ്സിൽ കല്യാണ ദിവസം, കല്യാണരാവ്, ഇതാണ് ബാരാത്ത് എന്ന് പറഞ്ഞാൽ കല്യാണരാവ് വാതിൽപ്പടിയിൽ എത്തി നിൽക്കുന്നത് പോലെ അത്രയും ചടുലമായിട്ട് പണികളൊക്കെ നടത്തി തുടങ്ങി. ഇനി അടുത്ത ഒരു പേര, ബഹൻ മേരാ മേരി കാ മുഹ് ദേഖോ ജോ ഉസ് ഘടി ന ആവോ. ये जुमला सरवरी ने अपनी मुँह बोली बहन को कहला भेजा. ये ख़ास अंदाज़ है जो औरतें अपनी बात मनवाने के लिए इस्तेमाल करती हैं. मतलब ये है, कहा अगर तुम नहीं आए तो मुझसे ताल्लुक़ात ख़त्म कर लेना और मरने के बाद ही मेरी सूरत देखना. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻവെർട്ടർ കോമയിലിട്ട ആ ഒരു ജുംല, ഇത് സർവരി
തൻ്റെ ഒരു ഒരു വകയിലുള്ള മുഹബൂലി ബഹൻ എന്ന് പറഞ്ഞാൽ ഒരു വകയിലുള്ള സഹോദരി എന്നാണ് അർത്ഥം. ആ വകയിലുള്ള സഹോദരിയോട് പറഞ്ഞതാണ്. ഈ സംസാരം എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ഒരു സാധാരണ സംസാരമാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ദുന്യാവെന്ന് കാണണ്ട, എൻ്റെ ഈ രൂപം നീ ആഖിറത്തുനിന്ന് മാത്രം കണ്ടാൽ മതി എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി അടുത്ത് വേറെ നോക്കൂ. ഉസി വക്ത് ബി ഉമ്മാനെ കാനോക്കി ചാർ മാഷാക്കി എന്നുള്ള ആ ഒരു ഇത് ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊന്ന് വായിക്കാം. रात की खातिरदारी हो सके, घर पर मुफलिसी छाई है, ऐसे में ज़ेवरात औरतों की मदद करते हैं. सरवरी ने कान की 4 माशा की लौंगें मुहबोली बहन को दे दी ताकि बेचकर कुछ सामान ला सके. लोग आमतौर पर नाक में पहनी जाने वाली केल को कहते हैं. यहाँ कान के टाप्स के लिए ലോങ് ഇസ്തേമാൽ കിയാ ഹെ. അഥവാ വീട്ടിൽ പരക്കെ ദാരിദ്ര്യം പരന്നിരിക്കുകയാണ്. അപ്പോൾ ദാരിദ്ര്യം പരന്ന ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ റാഹത്തിനെ സ്വീകരിക്കുമെന്നുള്ളതിൽ ആകെ മനം നിൽക്കുകയാണ്. അപ്പോൾ റാഹത്തിനെ മനപ്പൊരുത്തം, ഖാത്തിർദാരി എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി അവരുടെ മനപ്പൊരുത്തത്തിന് ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷെ വീട്ടിലാണെങ്കിൽ പറ്റേ ദാരിദ്ര്യവുമാണ്. ആ സമയത്ത് എന്താണ് ചെയ്യൽ? സാധാരണ വീട്ടുകാർ, അവിടെ വീട്ടിലെ ഉമ്മമാർ തൻ്റെ ആഭരണങ്ങൾ വിറ്റിട്ട് അങ്ങനെ സഹായം ചെയ്യലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സർവരി ലോങ് എന്ന് പറഞ്ഞു, ഇവിടെ ഒരു ലോങ് എന്ന് പറഞ്ഞാൽ ആ മൂക്കിൽ ധരിക്കുന്ന ആഭരണം ഉണ്ടല്ലോ, അതിനാണ് പറയുക. അപ്പോൾ അത് വിറ്റിട്ട് മൂക്ക് കുത്തി വെക്കുന്ന ആഭരണം ഉണ്ടല്ലോ, അതിനാണ് എനിക്ക് പറയാം. അപ്പോൾ അത് വിറ്റിട്ട് എങ്ങനെയെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാൻ ആ വകയിലുള്ള സഹോദരിയോട് പറയുന്ന ആ ഒരു രംഗമാണ് ഇതിൽ പറയുന്നത്. എൻ്റെ ഈ ഇത് വെച്ചിട്ടെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി അള്ളാഹ് അബ്കെ തോ മേരെ ആപ്പാക്ക നസീബ ഖുൽ ജായേ എന്നുള്ള ആ പാരഗ്രാഫ്. റാഹത്ത് കെ ആനെ സെ ഹർ കോയി പർ ഉമീദ് ഥ. ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, റാഹത്ത് കടന്നു വരുന്ന ആ ഒരു രംഗം, റാഹത്ത് കടന്നു വരാനിരിക്കുന്ന ആ ഒരു രംഗം. റാഹത്തിൻ്റെ കടന്നു വരവ് എന്നത് തന്നെ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയായിരുന്നു. ഹമീദ ने भी फ़ौरन अल्लाह से दुआ की, ए अल्लाह बस राहत मेरी बहन कुबरा से ഷാദി കർലെ. കുബ്രയുടെ സഹോദരിയായ ഹമീദ പോലും ദുആ ചെയ്തത് ഈ റാഹത്ത് എൻ്റെ സഹോദരി കുബ്രയുടെ ഭർത്താവാകണേ എന്നായിരുന്നു ദുആ ചെയ്തിരുന്നത്. और 100 റക്കാത്ത് നഫിൽ നമാസ് की മന്നത്ത് മാന്തി. അങ്ങനെ ഹമീദ പോലും 100 റക്കാത്ത് നിസ്കരിക്കാൻ നേർച്ച ചെയ്യുകയും ചെയ്തു. ये औरतों की ख़ास नफ्सियाती कैफियत होती है. ഇത് സാധാ സ്ത്രീകളുടെ അവരുടെ ഒരു സൈക്കോളജിയാണ്, അഥവാ അവരുടെ ഒരു മനഃശാസ്ത്രം എങ്ങനെയാണ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവർ പെട്ടെന്ന് എന്തെങ്കിലും നേർന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫ്. ജബ് സവിയോ और पर उठों का नाश्ता करके बैठक में चले गए तो. ഇവിടെ यहाँ कुबरा का नफ्सियाती पहलू दिखाया है कि जब घर में हर कोई पर उम्मीद है तो उसने भी एक सपना सजा लिया और दिल में अरमान जाग उठे कि शायद राहत ही वो शख्स हो जो उसे दुल्हन बनाएगा. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇവിടെ കുബ്രയെ കല്യാണം കഴിക്കുന്നവന് റാഹത്ത് തന്നെയാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു പ്രതീക്ഷ കാരണത്താൽ ഇവിടെ കുബ്രയും വലിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയാണ്. അപ്പോൾ കുബ്ര സ്വപ്നങ്ങൾ നെയ്തെടുത്തിട്ട് പറയുകയാണ്, കുബ്രയുടെ സ്വപ്നത്തിൽ
കുബ്ര ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അദ്ദേഹം തന്നെയാകുമോ എൻ്റെ പുതുമണവാളൻ, എന്നെ ചൗത്തിക ജോഡ ധരിപ്പിക്കുന്നത്? എനിക്ക് അവന കാരണത്താൽ, റാഹത്ത് കാരണത്താൽ ചൗത്തിക ജോഡ ധരിക്കുവാൻ സാധിക്കുമോ എന്നുള്ള സ്വപ്നങ്ങൾ താൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുബ്ര ഇത്തരത്തിലുള്ള ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്കാ ബസ് നഹീ ചൽത്താ കെ अपनी चर्बी पर उठूं मैं भर दे और क्यों എന്നുള്ള ആ ഒരു പാരഗ്രാഫ് കുബ്ര കെ ജസ്ബാത്ത് കാ ദൂസറ നഫ്സിയാത്തി പെഹലു ഹെ. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയും ഞാൻ റാഹത്തിൻ്റെ ഒരു വധുവായി, നവവധുവായി നിൽക്കുന്ന ആ ഒരു സ്വപ്നങ്ങൾ കാണുന്നതിൻ്റെ കൂടെ തന്നെ അവർക്കുണ്ടായിരുന്ന അവരുടെ മനസ്സിൽ വരുന്ന മറ്റു ചിന്തകളാണ് ഇവിടെ പറയുന്നത്. കുബ്ര കെ ജസ്ബാത്ത് കാ ദൂസറ നഫ്സിയാത്തി പെഹലു മറ്റൊരു വശമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റാഹത്ത് की दिलो जान से खिदमत करती, खूब घी में तले हुए पर उठे खिलाती, अच्छे अच्छे पकवान बनाती, एक आस एक उम्मीद थी कि राहत उसका हो जाएगा, उसे अपना लेगा. അപ്പോൾ കുബ്രയ്ക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റാഹത്ത് കുബ്രയുടേതാവണം എന്നുള്ള ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നിട്ടിങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കാണുകയാണ്. തൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണമായിട്ടും റാഹത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട്, റാഹത്തിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്തു കൊടുത്തുകൊണ്ട്, സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, അതുപോലെ മറ്റു പല പലഹാരങ്ങളും മധുരങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു രംഗങ്ങളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. ये तो पर्दा चढ़वाने को कौन कहे है, भी आपा के पक्के महासों को देख कर എന്നുള്ള ആ ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. सरवरी की मुँह बोली बहन ने जब देखा कि राहत की तरफ से कोई पहल नहीं हो रही है तो वो सरवरी से बोली कि कुछ तो इशारा मिले कि उसके दिल में क्या बातें हैं. सरवरी नाराज़ होकर बोली कि क्या पर्दा तड़वा दूँ. मुँह बोली बहन बोली नहीं, मैं ये कब कह रही हूँ, क्योंकि कुब्रा की शक्ल और उस पर पक्के मुहासे देखकर तो राहत और भी हामी नहीं भरता. एक तो गरीबी और मुफलिसी ने चेहरे की रंगत ख़राब कर दी थी और ऊपर से उम्र भी ज़्यादा हो चुकी थी, इसलिए अक्लमंदी उसी में थी कि राहत कुब्रा को न देखे, किसी न किसी तरकीब से बस शादी के लिए हाँ कह दे. अब सरवरी की मुँह बोली बहन ने जब देखा कि राहत की तरफ से कोई पहल नहीं हो रही है तो सरवरी से बोली. അപ്പോൾ സർവരിയുടെ ആ ഒരു മുഹബോലി ബഹൻ, വകയിലുള്ള സഹോദരി जब देखा कि राहत की तरफ से कोई पहल नहीं हो रही है, അപ്പോൾ റാഹത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഒരു മാറ്റവും ഒരു പ്രതികരണവും ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രകടനവും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ വകയിലുള്ള സഹോദരി ചോദിക്കുകയാണ്, കുച്ച് ത ഇഷാറ മിലേ കെ ഉസ്കെ ദിൽ മേ ക്യാ ബാത് ഹെ. അപ്പോൾ സർവരിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ഇഷാറത്തും ലഭിച്ചോ, വല്ല സൂചനയും ലഭിച്ചോ, അവൻ്റെ മനസ്സിലുള്ളത് എന്താണ്, അവൻക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ആ വകയിലുള്ള സഹോദരി സർവരിയോട് ചോദിക്കുകയാണ്. സർവരി നാറാസ് ഹോക്കർ ബോലി. അന്നേരത്ത് ആ വകയിലുള്ള സഹോദരിയോട് സർവരി പറയുകയാണ്, നാറാസ് ഹോക്കർ ബോലി ക്യാ പർദ തടുവാതും, ഞാനെന്താ ആ മറ മുറിച്ചു കളയണോ, അവർക്കിടയിലുള്ള മറ മുറിച്ചു കളയണോ. മുഹ് ബോലി ബഹൻ ബോലി നെഹി മയ്യെ കബ് കഹ് രഹി ഹെ. അപ്പം അന്നേരത്ത് ആ വകയിലുള്ള സഹോദരി പറയാം, അങ്ങനെയൊന്നും വേണ്ട, അത് ഒക്കെ മറയിലൊക്കെ നിൽക്കട്ടെ, അങ്ങനെ സുരക്ഷിതമായിട്ട് തന്നെ നിൽക്കട്ടെ, അതൊന്നും അല്ല ഇപ്പം ഞാൻ പറയുന്നത്. क्योंकि कुब्रा की शक्ल और उस पर पक्के महासे देख कर तो
राहत और भी हामी नहीं भरता. എന്നിട്ട് ആ വകയിലുള്ള സഹോദരി പറയാണ്, കുബ്രയെ ഇപ്പോൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ റാഹത്തിന് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. ആ ഒട്ടിയ മുഖം കണ്ടിട്ട് അത്ര സന്തോഷം തോന്നിക്കണില്ല റാഹത്തിൻ്റെ മുഖത്ത്. അതുപോലെ തന്നെ एक तो गरीबी और मुफलिसी ने चेहरे की रंगत ख़राब कर दी थी. മാത്രമല്ല കുബ്രയുടെ മുഖത്താണെങ്കിൽ ഈ ദാരിദ്ര്യവും അതുപോലെ ആ ഒരു വല്ലാത്ത പാപ്പരത്വവും അവരുടെ മുഖത്തിന് അതിൻ്റെ സൗന്ദര്യത്തെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ और ऊपर से उम्र भी ज़्यादा हो चुकी है. അതിന് അപ്പുറത്തായിട്ട് അവളുടെ വയസ്സാണെങ്കിൽ വല്ലാതെ കടന്നു പോയിട്ടുണ്ട്. വല്ലാത്ത വയസ്സുമായിട്ടുണ്ടല്ലോ. പിന്നെ ഇസ്ലിയെ അക്കൽമന്തി ഉസീമെത്തി. ഇനിയിപ്പോൾ ആ വകയിലുള്ള സഹോദരി പറയാണ്, ഇനിയുള്ള ഒരു കുതന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അഥവാ എങ്ങനെയെങ്കിലും കുബ്രയെ കാണാതെ, കുബ്രയുടെ മുഖം കാണിച്ചു കൊടുക്കാതെ അവർ തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കല്യാണം ഉണ്ടായി കിട്ടിയെങ്കിൽ വലിയ കാര്യമായിരുന്നു എന്നാണ് ആ വകയിലുള്ള സഹോദരി കുബ്രയുടെ ഉമ്മ അഥവാ സർവരിയോട് പറഞ്ഞത്. ഇനി അതിൻ്റെ അടുത്ത പാരഗ്രാഫ്, ഖുലി കെ അരേ തോ റോസ് കാഹെ കെ ഹോത്തെ ഹെ എന്നുള്ള ആ ഒരു ഇൻവെർട്ടർ കോമ കഴിഞ്ഞിട്ടുള്ള ഒന്ന് നോക്കാം. റാഹത്ത് കാ യേ ജുംല സബ്സെ ഊപ്പർ ബിജ്ലി ബൻകർ ഗിറ. റാഹത്ത് പറഞ്ഞ ഒരു വാക്കാണിത്. റാഹത്തിൻ്റെ ഈ സംസാരം യഥാർത്ഥത്തിൽ ഒരു ഇടുത്തി വീഴും പോലെയായിരുന്നു അവരുടെ മനസ്സിൽ വീണത്. സർവരി സിലായി കർക്കെ ഉസ്കെ ലിയെ ഉംദാ സെ ഉംദാ ചീസെ മംഗവാത്തെ. സർവരി അവർക്ക് വേണ്ടിയിട്ട്, റാഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നെയ്തുകൊണ്ട് തുന്നി നല്ല നല്ല സാധനങ്ങൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പലതും വാങ്ങിക്കൊടുത്തിരുന്നു. और जब मजाक में खुली के कबाब खिलाई गए तो राहत ने नमक हरामी का सबूत दिया. പിന്നെ തമാശക്ക് നല്ല ഒരു ഖലീ കെ കബാബ് ഖിലായത്തോ, നല്ല നെയ്യൊക്കെ പുരട്ടിയ കബാബ് കഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ, നല്ല രസമുള്ള കബാബൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ റാഹത്ത് ഇവിടെ ഉണ്ട ചോറിന് നന്ദി കാണിക്കാതിരിക്കുകയാണ് ചെയ്തത്. നമക് ഹറാമി പറഞ്ഞാൽ ഉണ്ട ചോറിന് നന്ദി കാണിക്കാതിരിക്കാന്നാണ്. നമക് ഹറാമിക്ക സുബൂദ്ദിയ എന്ന് പറഞ്ഞാൽ ഉണ്ട ചോറിന് നന്ദി കാണിക്കാതിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞത് എന്താണ്, ബോല കെ റോസ് തോ ഐസേ ഹി മിൽത്തേ ഹെ. നല്ല കബാബൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവനോട് നല്ല അഭിപ്രായം ചോദിച്ചതാണ്. അപ്പോൾ അഭിപ്രായം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞപ്പോൾ എന്താണ്, എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കിട്ടൽ, എനിക്കിത് സ്പെഷ്യലൊന്നും അല്ല, നല്ലൊരു ഭക്ഷണം അവർ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭക്ഷണം കിട്ടിയപ്പോൾ അവൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, എനിക്ക് എല്ലാ ദിവസവും അങ്ങനത്തെ ഭക്ഷണം തന്നെ കിട്ടാറുള്ളത്. പിന്നെ എന്നിട്ട് ബാക്കി നോക്കാം. ഹമീദ राहत का ये जुमला सबसे ऊपर हमीदा रात दिन उसके आगे पीछे करती है. राहत का ये जुमला सबके ऊपर बिजली बनकर गिरा. अपनी जान से बढ़कर കുബ്ര इसकी खिदमत कर रही थी. മാത്രമല്ല കുബ്രയാണെങ്കിലോ തനിക്ക് ആവുന്നതിലപ്പുറം അവർക്ക് വേണ്ടിയിട്ട്, റാഹത്തിന് വേണ്ടിയിട്ട് സേവനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹമീദ രാത് ദിൻ ഉസ്കെ ആകെ പീछे കർത്തി. ഹമീദയാണെങ്കിൽ അവൻ്റെ പിന്നാലെ രാവും പകലും പിന്നാലെ കൂടുന്നുമുണ്ട്. അവൻ്റെ പ്രതികരണം എത്തരത്തിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. सरवरी सिलाई करके उसके लिए उम्दा से उम्दा चीज़ें मंगवाती. और जब मजाक में खुली के कबाब खिलाए तो राहत ने नमक हरामी का सबूत दिया और बोला कि रोज़ तो ऐसे ही मिलते हैं. उसे इस जुमले से सबको मायूसी हो गई. അപ്പോൾ റാഹത്ത് ഇങ്ങനെ പറഞ്ഞു, അഥവാ എനിക്കിത് ഈ കബാബ് എന്നൊക്കെ പറഞ്ഞത് വലിയ പുത്തരിയൊന്നുമല്ല, എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്നതാണ് എന്നുള്ള സംസാരം എൻ്റെ അടുത്ത് നിന്ന് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വീട്ടുകാർക്ക് വല്ലാത്ത നിരാശയായി. जी चाहता कि
किसी दिन साफ कह दूँ कि किसी की बकरी और कौन डाले दाना घास എന്നുള്ള ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം. हमीदा ने देखा कि राहत की दस्त दराजियाँ बढ़ती जा रही हैं, मगर वो ये सब सिर्फ इसलिए बर्दाश्त कर लेती कि उसकी बहन की शादी हो जाएगी. लेकिन जब वो हद से आगे बढ़ने लगा, मजाक में उसकी खिलाई पकड़ ली, उसे बात बात पर छेड़ता तो हमीदा का जी चाहता कि वो ये सब करने से मना कर दे. शादी तो वो कुबरा से करेगा और मुझे उसकी दराजियाँ बर्दाश्त करनी पड़ रही हैं. അപ്പോൾ ഈ ഹമീദയെ അഥവാ കുബ്രയുടെ സഹോദരിയായ ഹമീദയെ റാഹത്ത് വല്ലാതെ ക്രൂശിക്കുന്നുണ്ട്. हमीदा देखा कि राहत की दस्त दराजियाँ बढ़ती जा रही हैं, मगर वो ये सब सिर्फ इसलिए बर्दाश्त कर ली है. അതിഥിയായി വന്ന ഹമീദ ഇവിടെ അതിഥിയായി വന്ന റാഹത്ത് ഇവിടെ കുബ്രയുടെ സഹോദരിയായ ഹമീദയെ പലതരത്തിൽ മാർപ്പിയിട്ട്, ദസ്ത് ദറാസിയ എന്ന് പറഞ്ഞ മാർപ്പിയിട്ട് കുറേ അക്രമങ്ങൾ, തല്ലും പിടികളൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ ഹമീദ ഇത് സഹിക്കുന്നത് വെറും എന്തിനു മാത്രമായിരുന്നു? തൻ്റെ സഹോദരിയുമായുള്ള കല്യാണം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിയട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമായിരുന്നു. പക്ഷേ ജബ് ഹദ്സെ ആകെ പഠനെ ലഗ, അദ്ദേഹത്തിൻ്റെ ക്രൂരതകൾ, ഹമീദയോടുള്ള അദ്ദേഹത്തിൻ്റെ പീഡനങ്ങൾ വല്ലാതെ അതിരുവിട്ട് കടന്നപ്പോൾ മസാഖ് മേ ഉസ്കി കലായി പക്കടലി, അങ്ങനെ തമാശയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ഹമീദയുടെ ആ കോളർ, ആ കഴുത്തിൻ്റെ ഭാഗം പിടിച്ചപ്പോൾ ഉസെ ബാത് പർ ഛേടുത്താത്തോ, അപ്പോൾ പല വാക്കുകളും പറഞ്ഞിട്ട് ഹമീദയെ കളിയാക്കിയപ്പോൾ സത്യത്തിൽ ഹമീദ ക ജി ചാത്ത, ഹമീദയുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കെ വോ യേ സബ് കർനെ സെ മന കർ ദേ, ഈ റാഹത്ത് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പോക്കിരിത്തരങ്ങൾ, ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് 4 വർത്താനം പറഞ്ഞൊന്ന് തടഞ്ഞു നിർത്തിയാലോ എന്നാഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഷാദി തോ വോ കുബ്രാസെ കരേഗ, എന്നെയല്ലല്ലോ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, കുബ്രയെ അല്ലേ. ഓർ മുജ്സെ ഉസ്കി ദസ്തറാസിയെ ബർദാസ്ത് കർനെ പർ രഹി ഹൈ, പക്ഷേ കുബ്രയെയാണ് കല്യാണം കഴിക്കുന്നത് എങ്കിലും എനിക്കാണ് അവൻ്റെ അക്രമങ്ങളെല്ലാം സഹിക്കേണ്ടി വരുന്നത് എന്നെല്ലാം ഹമീദയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മേരാ ജി ചാഹാ കെ ഉസ്കാ മുഹ് നോച്ച് ലൂं മിട്ടി കെ തോദേ എന്നുള്ള ആ പാരഗ്രാഫ് അതിലെന്താ പറയുന്നതെന്ന് നോക്കാം. കുബ്ര दिन भर काम के बाद जो वक्त मिला उसमें राहत के लिए स्वेटर बनती. उसके पास खुद स्वेटर नहीं था, मगर वो उसने राहत को भिजवा दिया. राहत ने हमीदा से पूछा कि क्या आपने बना है? तो हमीदा बोली नहीं. राहत बोला फिर तो हम नहीं पहनेंगे. അപ്പോൾ കുബറ പകൽ മുഴുവൻ പണിയെടുക്കുന്ന കുബറ വല്ല സമയവും മിച്ചം കിട്ടുകയാണെങ്കിൽ തനിക്കില്ലാത്ത സ്വീറ്റർ അത് റാഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ റാഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് കുബറ നേരെ തൻ്റെ സഹോദരിയായ ഹമീദയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് റാഹത്തിന് കൊടുത്തയക്കുന്നത്. അന്നേരത്ത് റാഹത്ത് ചോദിക്കുകയാണ്, ഇത് നീ ഉണ്ടാക്കിയതാണോ, ഹമീദ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ ഹമീദ് പറയാണ്, അല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പോൾ നേരെ എന്നാൽ എനിക്ക് വേണ്ട ഈ സ്വെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സാണ്, ഒരു ഓവർകോട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് വേണ്ടി ഈ ഡ്രസ്സ് എന്നാൽ നീ കൊണ്ടുപോയിക്കോ. റാഹത്ത് ബോലാ തോ ഫിർ ഹം നെഹി പഹനെങ്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇജ്ജുണ്ടാക്കിയതല്ലെങ്കിൽ ഞാനിത് ധരിക്കൂല എന്ന് പറഞ്ഞ ഒരു ധിക്കാരത്തിൻ്റെ ശബ്ദത്തിൽ, ഭാഷയിൽ അവൻ സംസാരിക്കുകയുണ്ടായി. ഉസ്പർ ഹമീദ കാ ജി ചാഹാക്കെ ഉസ്കാ മുഹ് നോച്ചിലെ. അപ്പോൾ ആ വാക്ക് കേട്ടപ്പോൾ ഹമീദയുടെ മനസ്സ് എങ്ങനെയാണ് ആഗ്രഹിച്ചത്, ഓൻ്റെ വായ പറിച്ചെടുത്താലോ എന്നാണ് ആഗ്രഹിച്ചത്.
क्योंकि वो देख रही थी कि कुबरा किस तरह राहत की खिदमत करती. കാരണം ഹമീദക്കറിയാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കുബറ ഇത്തരത്തിൽ റാഹത്തിന് വേണ്ടിയിട്ട് ഒരാവശ്യവുമില്ലാതെ ഇത്തരത്തിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാമായിരുന്നു. ഉസ്കാ കമ്ര ചാഴ്ത്തി എല്ലാ ദിവസവും കുബറ റാഹത്തിൻ്റെ റൂം അടിച്ചു വരുമായിരുന്നു. കപടെ ധോത്തി അവൻ്റെ വസ്ത്രങ്ങൾ അലക്കുമായിരുന്നു. ഖാന ബനാത്തി അവന് വേണ്ടി നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ദിൻഭർ ഉസ്കി ഗുലാമിമേ ലഗി രഹത്തി ദിവസം മുഴുവൻ പകൽ മുഴുവൻ അവന് വേണ്ടി അടിമപ്പണി നടത്തുകയായിരുന്നു ആര്? കുബറ. चूल्हे के पास घंटों बैठ कर उसके लिए अंडे पर उठे കബാബ് തെൽത്തി. അപ്പോൾ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് മണിക്കൂറുകളോളം ഇരുന്ന് അവന് വേണ്ടി നല്ല കബാബ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഹമീദ ക ജി ചാഹ കെ ബോൾ ദേ കെ യെ സോഴ്ത്തറ ഉൻ ഹാഥോं ने बना है जो दिन रात तुम्हारी ഖിദ്മത്ത് में ലഗി രഹത്തെ ഹെ. ഹമീദക്ക് പറയാൻ താല്പര്യമുണ്ടായിരുന്നു, ഈ സോഴ്ത്തറുണ്ടാക്കിയത് രാത്രിയും രാപ്പകൽ ഭേദമന്യേ നിനക്ക് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കൈകളാണ് ഉണ്ടാക്കി തന്നത് എന്ന് പറയാൻ താല്പര്യമുണ്ടായിരുന്നു. തുമാരി ഗന്ദഗി ഓർ ഖലാസത്ത് ഹോത്തേ ഹെ, നിൻ്റെ എല്ലാ മാലിന്യങ്ങളും നിൻ്റെ അഴുക്കുകളെല്ലാം കഴുകുന്ന അവളാണ്. ताकि तुम उजले चट्टे नज़र उसको और बगला भक्ति का ढोंग रुचाए रहो. ताकि तुम उजले चट्टे नज़र आस को और बगला भक्ति का ढोंग रुचाए रहो. हालांकि तुम अंदर से ऐसे पाको साफ नहीं हो. ഏതവസരത്തിൽ നീ ഒരു ഇടങ്ങണിട്ട നോട്ടം, അതുപോലെ ഒരു ബഗുലാ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥതയില്ലാത്ത ഭക്തി, ഒരു നിഫാക്ക്, ഒരു കാപട്യം നിറഞ്ഞ ഒരു സത്യസന്ധതയാണ് നീ കാണിക്കുന്നത് എന്നിരിക്കെ തന്നെ തും അന്തർ സെ ഐസെ പാകോ സോഫ് നഹോ, നീ യഥാർത്ഥത്തിൽ ഇത്ര ശുദ്ധനൊന്നുമല്ല എന്നറിഞ്ഞിട്ട് പോലും നിൻ്റെ മാലിന്യങ്ങളെല്ലാം കഴുകി തരുന്ന അവളാണ്. വർണ്ണ തുമ്മ ക്യാ കുബറ കെ അച്ചായ നസർ നഹി ആത്തി. നിനക്കെന്താ കുബറ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നീ കാണുന്നില്ലേ? നിൻ്റെ ഉള്ളിൽ നിൻ്റെ അകക്കണ്ണ് വളരെ മോശമാണ് എന്നതുകൊണ്ടല്ലേ ഇത്തരത്തിൽ നീ നോക്കി കാണുന്നത് എന്ന് ഹമീദയുടെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കുബറ की खामोश खिदमत की तरफ इशारा और राहत पर तंज है. ഇതിൽ കുബറ അവളുടെ നിശബ്ദമായ റാഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളും അതുപോലെ റാഹത്തിനെ ഒരു കളിയാക്കലുമാണ് ഈ പാരഗ്രാഫ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീടാവാം, അടുത്ത ക്ലാസ്സിലാവാം. കുറച്ചുകൂടെ ഉണ്ട്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.